പ്രിയ പ്രേക്ഷകരെ, 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണങ്ങൾക്കൊടുവിൽ കേരളം വിധിയെഴുതുകയാണ്. ആദ്യ 4 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് 20% പിന്നിട്ടിരിക്കുന്നു. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നടൻ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. വിവിധയിടങ്ങളിൽ നിന്ന് ടീം റിപ്പോർട്ടർ തയ്യാറാണ്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരടക്കം വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളും എല്ലാം തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പം നമ്മളുടെ സ്ക്രീനിൽ വിശദമായി എത്ര ശതമാനം പോളിംഗ് ഓരോ മണ്ഡലം തിരിച്ച എന്നുള്ളത് രേഖപ്പെടുത്തി പ്രേക്ഷകരുടെ അറിവിലേക്ക് നൽകുകയും ചെയ്യും. രാഷ്ട്രീയമായി വലിയ ആത്മവിശ്വാസവും വലിയ ആത്മവിശ്വാസ പ്രകടനവും ഒക്കെയാണ് മുന്നണികളുടെ ഭാഗത്തു നിന്നും മുന്നണികളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. തുടർഭരണം എന്നുള്ളത് ഉറപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണം വരുന്നത്. തിരിച്ചു വരും, മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളം ഗുഡ് ബൈ പറയുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും ഒക്കെ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവെക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഓരോ ഇടങ്ങളിലേക്ക് പോവുകയാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി തിരൂർ ബോയ്സ് സ്കൂളിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, വലിയ പങ്കാളിത്തം രാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. നമുക്ക് സോണൽ നിൽക്കുന്ന ഇടത്തെ പോളിംഗ് ശതമാനം എങ്ങനെയാണ്? ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? മാധു, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ മണ്ഡലത്തിലെ ബോയ്സ് സ്കൂളിലാണ്. 3 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. നമുക്ക് നീണ്ട നിര കാണാം. ഈ ബൂത്തിലായിരുന്നു ഇന്ന് രാവിലെ ചെറിയ ഒരു പ്രശ്നമുണ്ടായിരുന്നത്. അതായത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ചെറിയ വിഷയമുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷമാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെ ഈ ബൂത്തിൽ ആരംഭിച്ചത്. എന്തായാലും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ നീണ്ട നിര ഇവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നീണ്ട നിര തന്നെ കാണുന്നുണ്ട്. ഇഴഞ്ഞിഴഞ്ഞാണ് ഈ വോട്ടിംഗ് പ്രക്രിയ നീങ്ങുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഇവിടെ എത്തിയ ആളുകൾ പറയുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? വലിയ തിരക്കാണ് അല്ലേ? 2 മണിക്കൂറോളായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഊട്ടിക്ക് പോകാനാണ്. മെല്ലെ മെല്ലെ ആണോ പ്രക്രിയകളൊക്കെ നടക്കുന്നത്? സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എന്താ അവസ്ഥ? ഒറ്റ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എപ്പോഴെത്തിയേ? 10 മണിക്കാണ് പോണത്. വലിയ മെല്ലെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മെല്ലെയാണ് പോകുന്നത്. 9 മണിക്കൊന്നും നിൽക്കൽ തുടങ്ങിയതാണ്. 11 മണി 2 മണിക്കൂറായി. ഇത്രയും ലൈറ്റായിട്ടാണ് പോണത്. ഒരുപാട് സമയം നിൽക്കാൻ തുടങ്ങിയിട്ട് വളരെ സ്ലോയിൽ നീങ്ങുന്നില്ല. സംഭവം എത്ര ഏകദേശം 1 മണിക്കൂറിന് മേലെ നിൽക്കാൻ തുടങ്ങിയിട്ട് മൂവ് ആകുന്നില്ല. അതിനിടയിൽ മെഷീൻ കേടുന്നു തോന്നുന്നുണ്ട്. കുറച്ച് മുമ്പ് അങ്ങനെ 1 മണിക്കൂറോളം എടുത്ത് തോന്നുന്നുണ്ട്. അത് തന്നെയാണ് മാധു പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 2 മണിക്കൂറോളമായി ആളുകൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. 2 മണിക്കൂർ പ്രശ്നം. രാവിലെയും 6 മണിക്കോ 6:30 വന്നിട്ട് 9 മണിക്കാണ് കഴിഞ്ഞത്. ഇപ്പം ഞങ്ങൾ 2 മണിക്കൂർ 1.5 മണിക്കൂറായി നിൽക്കണം. ഇതുവരെ യാതൊരു അനക്കം സംഭവിക്കുന്നില്ല. സീനിയർ സിറ്റിസണും ഇതിനൊന്നും വാല്യൂഡിറ്റി ഇല്ല. അധികൃതരോട് ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ മെക്കാനിസം. കാരണം 2 മണിക്കൂറോടെ നിൽക്കുക. കാരണം ഇനിയിപ്പോൾ വൈകുന്നേരം 5 മുതൽ 8 വരെയൊക്കെ നീളുന്ന ഒരു അവസരമാണ്. അതിൻ്റെ മുന്നേ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, തിരൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പരാതിയാണ് പ്രേക്ഷകരെ നമ്മൾ കേൾക്കുന്നത്. 2 മണിക്കൂറോളം ഒക്കെ ക്യൂ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വളരെ പതുക്കെയാണ് ക്യൂ മുന്നോട്ട് നീങ്ങുന്നതേ ഇല്ല എന്നൊരു പരാതി വോട്ടർമാർ പറയുകയാണ്. പെട്ടെന്ന് പരിഹാരം ഉണ്ടാകട്ടെ. അല്ലെ, ശരിയാണ്, വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്, ഉത്തരവാദിത്തമാണ് എന്ന് ബോധ്യപ്പെട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് വരുന്ന ആളുകളെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് പ്രശ്നമെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം.